Hello, my dear children, how are you? I hope all of you are fine. Do you remember Ebin's story that we have discussed in our previous class? Yes, he was a little boy whose name Ebin. Ebin was waiting a long time in the seashore for his father. After a long time, his father came back with a huge fish, and then the father walked away, leaving the fish with Ebin to get a basket. After that, what happened? The fish was gasping for breath, and the Ebin felt very sad by seeing the fish having difficult for breathing. He decided to let the fish into the sea. After some time, his father came back, and what will happen? How will the father react? അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? ആ ഫാദർ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക? കാരണം എന്താണ്? ആ ഫാദർ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? വി വിൽ ടേക്ക് ദിസ് ഫിഷ് ഇൻ ടു ദ മാർക്കറ്റ് ആൻഡ് വി വിൽ സെൽ ഇറ്റ് ഫോർ എ ഗുഡ് പ്രൈസ്, അല്ലേ? നമുക്കിത് മാർക്കറ്റിൽ കൊണ്ടുപോയി നല്ല വിലക്ക് വിൽക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഫാദർ പോയത്. പക്ഷേ എബിൻ എന്ത് ചെയ്തു? ഫിഷിൻ്റെ ബ്രീത്തിങ്ങിന് വേണ്ടി ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ ആളെന്ത് ചെയ്തു? ഫിഷിനെ തിരിച്ച് കടലിലേക്ക് വിട്ടു, അല്ലേ? അപ്പോൾ ഇത് കണ്ടിട്ട് തിരിച്ചു വരുന്ന അച്ഛന് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക? ഹി വാസ് എ ഫ്യൂരിയസ്, അല്ലേ? ഹി വാസ് എ ഫ്യൂരിയസ് ഫാദർ. ഭയങ്കര കോപാകുലനായ ഒരു അച്ഛനായിരുന്നു. ആൾ തിരിച്ചു വന്നിട്ട് എബിനായിട്ട് തീർച്ചയായിട്ടും ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററാണ് ദ ഫ്യൂരിയസ് ഫാദർ. അവിടെ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ദ ഫ്യൂരിയസ് ഫാദർ. Father came back with a big basket. What is the fish? He asked. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? ഒരു ബിഗ് ബാസ്ക്കറ്റും കൂടെ എടുത്തിട്ട് അദ്ദേഹം തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവിടെ ഫിഷിനെ കാണാനില്ല. അപ്പോൾ എന്ത് ചോദിച്ചു? ഹി ആസ്ക്ഡ് what is the fish എന്ന് ചോദിച്ചു. ഫിഷ് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ എബിൻ എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കും? ഹി റിപ്ലൈഡ് ഐ ലെറ്റ് ഇറ്റ് ഗോ. ഞാൻ അതിനെ തിരിച്ചു വിട്ടു. വാട്ട് ആർ യു ക്രേസി? ഫാദർ റേസ്ഡ് ഹിസ് വോയിസ്. എന്ത്? നിനക്ക് എന്താ വട്ടായോ എന്ന് ചോദിക്കില്ലേ നമ്മൾ? വാട്ട് ആർ യു ക്രേസി? ഫാദർ റേസ്ഡ് ഹിസ് വോയിസ്. അച്ഛൻ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. പ്ലീസ് ഫാദർ ലെറ്റ് ഇറ്റ് ഗോ, എബിൻ സെഡ്. അച്ഛാ അത് പൊക്കോട്ടെ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും മറുപടി പറഞ്ഞു. ഫാദർ വാസ് ഫ്യൂരിയസ്. അച്ഛൻ കോപാകുലനായി. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. കാരണം എന്താണ്? ഈ ഫിഷിനെ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് നല്ല വിലക്ക് വിൽക്കാം എന്ന് ഉദ്ദേശിച്ചിട്ടായിരുന്നു അദ്ദേഹം ബാസ്ക്കറ്റ് എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അദ്ദേഹം ദേഷ്യത്തോടു കൂടി എന്ത് പറഞ്ഞു? ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. എൻ്റെ കൺമുന്നിൽ നിന്ന് നീ പൊക്കോളൂ എന്ന് പറഞ്ഞു. ഐ ഡോണ്ട് വാണ്ട് ടു സെറ്റ് മൈ ഐസ് ഓൺ യു എനിമോർ, ഹി ഷൗട്ടഡ്. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. എൻ്റെ കൺമുന്നിൽ നിന്ന് പോ. ഐ ഡോണ്ട് വാണ്ട് ടു സെറ്റ് മൈ ഐസ് ഓൺ യു എനിമോർ. എനിക്ക് ഇനി നിന്നെ കാണണ്ട. ഹി ഷൗട്ടഡ്. അച്ഛൻ ഉച്ചത്തോട് കൂടിയിട്ട് പറഞ്ഞു. അപ്പോൾ എന്തായിട്ടുണ്ടായിരിക്കും? എബിന് എന്തായാലും സങ്കടമായിട്ടുണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ എബിൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? വാട്ട് വിൽ എബിൻ ഡു നൗ? അവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? എബിൻ വിൽ ഗോ എവേ. നിങ്ങൾ ആ പിക്ചർ നോക്കുക. അദ്ദേഹം ദേഷ്യപ്പെട്ടിട്ട് നോക്കുമ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കേട്ടിട്ട് എബിൻ അവിടെ നിന്ന് തിരിച്ച് നടക്കുന്നുണ്ട്, അല്ലേ? സോ വാട്ട് വിൽ എബിൻ ഡു നൗ എന്ന് ചോദിച്ചാൽ എന്ത് നിങ്ങൾ ആൻസർ ചെയ്തു? എബിൻ വിൽ ഗോ എവേ. എബിൻ വിൽ ഗോ എവേ. വേർ വിൽ ഹി ഗോ? അവൻ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക? ഹി വിൽ ഗോ എവേ ഫ്രം ഹോം. അവൻ അവൻ്റെ വീട് വിട്ട് പോയി കാണും, അല്ലേ? അവൻ അത്രയും സങ്കടമായി, അല്ലേ? അച്ഛൻ പറയാണ് എൻ്റെ കൺമുന്നിൽ നിന്ന് പോ, എനിക്കിനി നിന്നെ കാണണ്ടെന്ന് പറഞ്ഞു. അവൻ പേടിച്ചിട്ട് അവൻ്റെ വീട് വിട്ട് ഇറങ്ങിപ്പോയി. ഹി വിൽ ഗോ എവേ ഫ്രം ഹിസ് ഹോം. വാട്ട് വുഡ് യു ഡു ഇഫ് യു വേർ ഇൻ എബിൻസ് പ്ലേസ്? വാട്ട് വുഡ് യു ഡു ഇഫ് യു വേർ ഇൻ എബിൻസ് പ്ലേസ്? എബിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഐ വുഡ് ഓൾസോ ഗോ എവേ, അല്ലേ? നമ്മളും പേടിച്ചത് ചിലപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയേനെ, അല്ലേ? ഐ വുഡ് ഓൾസോ ഗോ എവേ. നെക്സ്റ്റ്
എബിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ഗ്രാറ്റിറ്റ്യൂഡ്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക്സ് അല്ലേ. ഇവിടെ നിങ്ങൾ ആ പിക്ചർ നോക്കിയേ. വാട്ട് യു ക്യാൻ സീ ദർ? എ ഫിഷ് വിത്ത് ദ ബിഗ് ഫിഷ് വിത്ത് എ മാജിക് റിംഗ് ആൻഡ് ദ എബിൻ വണ്ടേർഡ് അല്ലേ. എബിൻ ആ റിങ് കണ്ടിട്ട് വണ്ടർ അടിച്ച് നിൽക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫിഷ് കടലിൽ നിന്നും തിരിച്ചു വന്നിട്ട് ഒരു മാജിക് റിങ് എബിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ദ ചാപ്റ്റർ ഗ്രാറ്റിറ്റ്യൂഡ്. വാട്ട് ഷാൽ ഐ ഡു നൗ? എബിൻ ഹാഡ് നോ ഐഡിയ. ഞാൻ എന്ത് ചെയ്യും, എനിക്കൊരു ഐഡിയ ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് എബിൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. വാട്ട് ഷാൽ ഐ ഡു നൗ? ഞാനിപ്പോൾ എന്താ ചെയ്യുക? എബിൻ ഹാഡ് നോ ഐഡിയ. അവനൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യുമെന്ന് അല്ലേ. ഹി സാറ്റ് ഓൺ ദ ഷോർ ലുക്കിംഗ് അറ്റ് ദ ബോട്ട് സെയിലിംഗ് എവേ. അവനിങ്ങനെ കടൽ തീരത്തിരുന്നു കൊണ്ട് സീ ഷോറിലിരുന്നു കൊണ്ട് ഇങ്ങനെ ആലോചിക്കായിരുന്നു. വാട്ട് ഷാൽ ഐ ഡു നൗ? ഞാനിപ്പോൾ എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചും കൊണ്ട് കടലിലേക്ക് ബോട്ടുകൾ പോകുന്നത് അവനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അല്ലേ. ലുക്കിംഗ് അറ്റ് ദ ബോട്ട് സെയിലിംഗ് അവേ. താങ്ക് യു ഫോർ സേവിങ് മൈ ലൈഫ്. ഹി ഹിയർഡ് എ വോയിസ് ഫ്രം ദ സീ. അവനിങ്ങനെ കടലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാണ്. എന്താ കേട്ടത്? താങ്ക് യു ഫോർ സേവിങ് മൈ ലൈഫ്. എൻ്റെ ജീവൻ സംരക്ഷിച്ചതിന് താങ്ക് യു. ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ. താങ്ക് യു. ഹി ഹിയർഡ് എ വോയിസ് ഫ്രം ദ സീ. എവിടെ നിന്നാണ് ആ വോയിസ് കേട്ടത്? കടലിൽ നിന്ന്. ഹി ഹിയർഡ് എ വോയിസ് ഫ്രം ദ സീ. ഹു ഈസ് ദാറ്റ്? എബിൻ ലുക്ക്ഡ് അറൗണ്ട് ഇൻ സർപ്രൈസ്. അങ്ങനെ ഒരു ശബ്ദം കേൾക്കാൻ അവിടെ ആരെയും കാണുന്നില്ല അല്ലേ. അവന് സർപ്രൈസ്, ആശ്ചര്യത്തോട് കൂടിയിട്ട് അവൻ ചുറ്റും നോക്കി. ഹു ഈസ് ദാറ്റ്? ആരായിരിക്കും അത്? ആരായിരിക്കും? എബിൻ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ്. അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം എന്താണ്? ക്യാൻ എ ഫിഷ് സ്പീക്ക്? അവിടെ അവൻ കണ്ടത് ആകെ ഒരു ഫിഷിനെ മാത്രമായിരുന്നു. ഫിഷിന് സംസാരിക്കാൻ പറ്റുമോ? ക്യാൻ എ ഫിഷ് സ്പീക്ക്? ഹി കുഡിൻറ്റ് ബിലീവ് ഹിസ് ഐസ്. ഹി സ്റ്റുഡ് ഓൺ ദ ഷോർ ലൈക്ക് എ സ്റ്റാച്യു. അവൻ ആ ഷോറിൽ, ആ കടൽ തീരത്ത് എണീറ്റ് നിന്ന് ഒരു സ്റ്റാച്യു പോലെ അല്ലേ, ഒരു പ്രതിമ പോലെ. അവൻ ആകെ വണ്ടറായി, ആശ്ചര്യത്തോട് കൂടിയിട്ട്. ഹി കനോട്ട് ബിലീവ് ഹിസ് ഐസ്. അവനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ക്യാൻ എ ഫിഷ് സ്പീക്ക്? ഒരു ഫിഷിന് സംസാരിക്കാൻ പറ്റുമോ? ഡിയർ ബോയ്, ഐ വിൽ നെവർ ഫോർഗെറ്റ് യുവർ കൈൻഡ്നസ്, ദ ഫിഷ് സെഡ്. അപ്പോൾ ഫിഷ് എന്ത് പറഞ്ഞു? ഡിയർ ബോയ്, ഐ വിൽ നെവർ ഫോർഗെറ്റ് യുവർ കൈൻഡ്നസ്. ഡിയർ ബോയ്, എനിക്ക് നിൻ്റെ കൈൻഡ്നസ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും നിന്നെ ആ ഒരു ദയ അല്ലേ, അവൻ ആ ഫിഷിനെ കടലിലേക്ക് തിരിച്ചു വിട്ടത് കൊണ്ടാണ് ഇന്നത് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ആ ഗ്രാറ്റിറ്റ്യൂഡാണ് പറയുന്നത്, നന്ദിയാണ് പറയുന്നത്. ഐ വിൽ നെവർ ഫോർഗെറ്റ് യുവർ കൈൻഡ്നസ്. ഞാൻ ഒരിക്കലും നിൻ്റെ ആ ഒരു കൈൻഡ്നസ് മറക്കില്ല എന്നാണ് ഫിഷ് പറയുന്നത്. ടേക്ക് ദിസ്, ദിസ് ഈസ് എ മാജിക് റിംഗ്. റബ് ഇറ്റ് ആൻഡ് സീ വാട്ട് ഇറ്റ് ക്യാൻ ഡു. എന്നിട്ട് ആ ഫിഷ് എന്താ ചെയ്യുന്നത്? എനിക്ക് നിൻ്റെ കൈൻഡ്നസ് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊടുക്കുകയാണ്. എന്താ കൊടുത്തത്? ഒരു മാജിക് റിംഗ്. ടേക്ക് ദിസ്, ദിസ് ഇസ് എ മാജിക് റിംഗ്. ഒരു മാജിക് റിങ് എബിന് കൊടുക്കായിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? റബ് ഇറ്റ് ആൻഡ് സീ വാട്ട് ഇറ്റ് ക്യാൻ ഡു. ഇതൊന്ന് ഉരച്ചിട്ട് റബ്ബ് ചെയ്തിട്ട് നോക്കൂ, നിനക്ക് എന്താവശ്യമുള്ളതും തരുമെന്ന് പറയാണല്ലേ. റബ് ഇറ്റ് ആൻഡ് സീ വാട്ട് ഇറ്റ് ക്യാൻ ഡു. ഇതിന് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നീ ഒന്ന് നോക്കി നോക്കൂ. ഇതൊന്ന് റബ്ബ് ചെയ്ത് നോക്കൂ. എന്നിട്ട് എന്തോ ഒരു അഡ്വൈസും കൂടെ കൊടുത്തു. യൂസ് ദിസ് ഓൺലി വെൻ യു ആർ ഇൻ നീഡ്. ഇതെപ്പോഴാണ് നീ ഉപയോഗിക്കേണ്ടത്? നിനക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ മാത്രമേ നീ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലേ. യൂസ് ദിസ് ഓൺലി വെൻ യു ആർ ഇൻ നീഡ്. നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് റബ്ബ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് നിനക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു തരും അല്ലേ. The fish came near Ebin and opened its mouth. ആ ഫിഷ് എബിൻ്റെ അടുത്ത് വന്ന് അതിൻ്റെ മൗത്ത് ഓപ്പൺ ചെയ്ത് കൊടുത്തു. There was a beautiful ring in its mouth. ആ ഫിഷിൻ്റെ മൗത്തിൽ എന്തുണ്ടായിരുന്നു? ഒരു ബ്യൂട്ടിഫുൾ മാജിക് റിംഗ് ഉണ്ടായിരുന്നു. എബിൻ took the ring and fish swam back to the sea. എബിൻ എന്ത് ചെയ്തു? ആ റിങ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ആ ഫിഷ് swam back to the sea. സ്വാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിം തന്നെയാണ് അർത്ഥം, നീന്തുക എന്നുള്ള. എബിൻ ടുക്ക് ദ റിംഗ് ആൻഡ് ദ ഫിഷ് സ്വാം ബാക്ക് ടു ദി സീ. എബിൻ ആ റിംഗ് എടുത്തു, ഫിഷ്
കടലിലേക്ക് തന്നെ തിരിച്ചുപോയി അല്ലേ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നമ്മൾ ഒരാൾ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അവരോട് താങ്ക്സ് പറയണം. ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ. താങ്ക് യു ഫോർ സേവിങ് മൈ ലൈഫ്, താങ്ക് യു നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ, താങ്ക് യു എന്ന്. നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നതിന് ദൈവത്തോട് നന്ദി പറയണം. അതുപോലെ തന്നെയാണ് നമ്മളെ സഹായിക്കുന്ന ഓരോ ആൾക്കാരോടും നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുള്ളായിരിക്കണം. ബി ഗ്രേറ്റ്ഫുൾ. ഓക്കെ, ഇതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠം. ബി ഗ്രേറ്റ്ഫുൾ. ഓക്കെ, വാട്ട് വിൽ എബിൻ ഡു വെൻ വിത്ത് ദ മാജിക് റിംഗ്? ഈ മാജിക് റിംഗ് വെച്ചിട്ട് എബിൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ നെക്സ്റ്റ് ഡേ പഠിക്കാം. ഇഫ് യു ഗോട്ട് എ മാജിക് റിംഗ് വാട്ട് വുഡ് യു ഡു? നിങ്ങൾക്ക് ഒരു മാജിക് റിംഗ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? അതൊന്ന് ഹോംവർക്കായിട്ട് എഴുതിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്യണം കേട്ടോ. ഇഫ് യു ഗോട്ട് എ മാജിക് റിംഗ് വാട്ട് വുഡ് യു ഡു? നിങ്ങൾക്ക് ഒരു മാജിക് റിംഗ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.